2025 ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് അർക്കീസ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഫസ്റ്റ് ഇയർ തന്നെ അർക്കീസിൽ പോയി റിവർ റാഫ്റ്റിംഗ് ചെയ്ത വീഡിയോ കാണിച്ചപ്പോൾ തൊട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമായിരുന്നു അർക്കീസ് ആൻഡ് ദ റിവർ റാഫ്റ്റിംഗ്. അന്ന് അർക്കീസിലേക്ക് പോയപ്പോൾ മനസ്സ് ഫുള്ള് ബ്ലാങ്ക് ആക്കിയാണ്, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാണ് ഞാൻ പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പം മനസ്സിലാകെ ഉണ്ടായിരുന്ന ഒരു തോട്ട്, ഇനിയൊരു ചാൻസ് കിട്ടിയ ഇനിയും പോകണമെന്നായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് റീസൺ അർക്കീസിന് എന്തോ ഒരു മാജിക് ഉണ്ട്. 2, ദ കമ്പനി ഐ വെൻറ്റ് വിത്ത് വാസ് ബ്യൂട്ടിഫുൾ. 3, അന്ന് എനിക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല. സോ ഹിയർ വി ആർ ഇൻ ജൂൺ 2026 ഹെഡിങ് ടു അർക്കീസ്. How are you, Ame? Good. How is Arki's Ame? So far, so good. Excited ആണോ? Let it happen. Then we can be excited. Finally, I guess we are going for rafting. പോയിട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പീരിയൻസ് പറയാം. പക്ഷെ ടിൽ നൗ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പോകുന്നുണ്ടോ ഇല്ലെന്ന്. കാരണം ഇത് കുറേ രാവിലെ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന കാരണം എനിക്കറിയത്തില്ല. പോയിട്ട് വന്ന് കറക്റ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. Раз, два, все назад. ഫൈനലി നമ്മൾ റാഫ്റ്റിംഗ് പോയി. ലൈക്ക് ലിറ്ററലി ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇങ്ങനെ ഇറ്റ് വാസ് ലൈക്ക് നടക്കുമോ നടക്കത്തില്ല അങ്ങനെ ഒരു കൺഫ്യൂഷനിലിരുന്നിട്ട് ഫൈനലി അത് നടന്നപ്പോൾ നമുക്കിങ്ങനെ നടക്കുമോ അങ്ങനെ ഒരു ചാൻസിലായിരുന്നു നമ്മൾ. ഫൈനലി നമ്മൾ
റാഫ്റ്റിങ് പോയി. ആൻഡ് ഐ എം സോ ഹാപ്പി. ലൈക്ക് എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡും ബ്ലെസ്ഡ് ഫീലിംഗും തോന്നുന്നു. കാരണം അത് നടന്നു കഴിഞ്ഞപ്പം ലൈക്ക് എന്തോ നമ്മൾ അച്ചീവ് ചെയ്ത പോലെ ലൈക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഉണ്ടായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞു, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത്. ഫസ്റ്റ് ഇയർ തൊട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. നമ്മൾ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ നടന്നില്ല. ബട്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ് ഈ വർഷം നടന്നു. ഭയങ്കര ഹാപ്പി. എന്തോ ലൈക്ക് ഭയങ്കര ഫീലും അടിപൊളി. ഭയങ്കര സന്തോഷം. ലൈക്ക് നമ്മൾ വന്ന കമ്പനി എല്ലാവരും അടിപൊളിയായിരുന്നു. കാരണം റാഫ്റ്റിംഗ് സച്ച് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ ആൻഡ് ഫോർ മൈ ഫ്രണ്ട്സ് ടു. ഉണ്ടായിരുന്നു ഗൈസ് എക്സ്പീരിയൻസ്. എന്താണ് തോന്നുന്നത്? നമ്മള് റാഫ്റ്റിംഗ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിട്ട് നടത്തി തന്നു. അപ്പൊ എന്ത് തോന്നി? സന്തോഷം, സന്തോഷം, സമാധാനം. How was your experience? Superb. ഗൈസ് ഹാർട്ട് വെളി വരുന്നു. ഗൈസ് ഞാൻ ലിറ്ററലി സ്പീച്ച്ലെസ് ആണ്. കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി വന്ന് കിടന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം തന്നെ ലൈക്ക് ആ റോ ഇമോഷൻസോടെ കൂടി അപ്പം തന്നെ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് എന്തോ പറ്റിയില്ല. എനിക്ക് അങ്ങ് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് കടന്നു. പക്ഷേ ഞാൻ ലൈക്ക് ഐ ഫീൽ സോ ബ്ലെസ്ഡ് ആൻഡ് ഹാപ്പി യെസ്റ്റർഡേ. കാരണം ഞാൻ ലാസ്റ്റ് ഇയർ പോയപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന റാഫ്റ്റിംഗ് ആണ്. കാരണം ഫ്രം ദി ഫസ്റ്റ് ഇയർ എനിക്ക് ഈ റാഫ്റ്റിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് ലൈക്ക് ലാസ്റ്റ് ഇയർ പോയി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതില്ലെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഐ വാസ് ഫൈൻ ബിക്കോസ് നല്ല സ്റ്റേയും ജീപ്പ് ട്രക്കിങ്ങും ഷെഷ്ലിക്കും കാര്യങ്ങളും ക്യാമ്പിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. സ്റ്റാർ ഗേസിങ് അങ്ങനെ ലൈക്ക് അടിപൊളിയായിരുന്നു. കാരണം ഐ വാസ് ഫൈൻ. പക്ഷേ ഇനിയും പോകുമ്പോൾ അത് റാഫ്റ്റിംഗ് നടക്കണം എന്നുള്ളൊരു സാധനത്തിലാണ് പോയത്. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പോകണോ വേണ്ടയോ, ഇനി ഒന്നുകൂടെ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, ഓൾറെഡി പോയതല്ലേ, ഇൻ കേസ് റാഫ്റ്റിംഗ് നടന്നില്ലെങ്കിലോ നാട്ടിൽ പോയിട്ട് ചെയ്യാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ടർ ലെവൽ ഭയങ്കര ഹൈ. കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ലെവൽ കുറവായിരുന്നു പറഞ്ഞാണ് റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റാഞ്ഞെങ്കിൽ ഈ വർഷം വാട്ടർ ലെവൽ കൂടുതലായതുകൊണ്ടാണ് റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ലിറ്ററലി എൻ്റെ കണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓക്കെ ഇമോഷൻസ് ഇപ്പോൾ ലൈക്ക് ബേസ്റ്റ് ഔട്ട് ആക്കരുത്, ഐ ഹാവ് ടു ലൈക്ക് ഇങ്ങനെ പിടിച്ചേക്കണം എന്നുള്ള രീതിക്ക് ഞാൻ നിന്നു. അപ്പോൾ ഞാനിങ്ങനെ ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ലൈക്ക് ഞാൻ രണ്ടാമത് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഗോഡ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നൊരു സാധനം എനിക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അത് നടക്കും. ഇവിടെ രണ്ടാമതും വന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ മേ ബി ഒക്കെ നടന്നില്ല. പക്ഷേ രണ്ടാമത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ എൻ്റെ കഴിവുകൊണ്ടല്ലല്ലോ വന്നത്. ഒബ്വിയസ്ലി ലൈക്ക് യൂണിവേഴ്സിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നടക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പക്ഷേ ഭയങ്കര ഉള്ളിൽ പുറമെ ഭയങ്കര സങ്കടമാണോ യോ എന്നൊരു സാധനം. എന്നിട്ട് നമ്മൾ ട്രെക്കിങ്ങൊക്കെ പോയി കഴിഞ്ഞിട്ട് റാഫ്റ്റിങ്ങിന് വന്നു. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാം ഞാൻ ഒട്ടും നടക്കും എന്നൊരു ഉറപ്പ് എനിക്ക് അപ്പോഴും ഇല്ല. കാരണം നമ്മൾ ഇനി വരെ വന്നിട്ട് നടക്കാതെ പോയ അവസ്ഥയുണ്ട്. അപ്പം ഓക്കെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളൊരു സാധനത്തിൽ ഞാനിങ്ങനെ നിൽക്കുക. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓക്കെ മേ ബി നടക്കും എന്നുള്ള സാധനം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി
ഒത്തിരി പേരുണ്ട്. പ്ലസ് കൂട്ടത്തിൽ ഞാനാണ് കുറച്ച് ശ്രിങ്കായിട്ടുള്ളത്. ഐ മീൻ കുറച്ച് കുഞ്ഞത്, കുറച്ച് എല്ലാവരും ചെറുത് തന്നെയാണ്, ഞാനാണ് പക്ഷെ കുറച്ച് കുറഞ്ഞത്. അപ്പം നടുക്കിരുന്നു പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ എനിക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മളവിടെ ചെന്നപ്പോഴും ഭയങ്കര ലൈക്ക് ചില്ലായിരുന്നു, ആൾക്കാർ ചില്ലായിരുന്നു. നമ്മൾ ഭയങ്കര ചില്ലാക്കി പാട്ടൊക്കെ പഠിച്ച് നമ്മൾ ചില്ലാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് എന്നാന്ന് അറിയത്തില്ല, എന്തൊക്കെ ഫീലാണ് എൻ്റെ ഉള്ളിലൂടെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഐഡിയ ഇല്ല. ലൈക്ക് ഫൈനലി ഇത് നടക്കും. ഞാൻ ആ മൊമെൻറ്റിലാണ്, ഞാൻ ഇത്ര നാൾ ആഗ്രഹിച്ച ആ ഒരു മൊമെൻറ്റാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഒന്നും എനിക്ക് പറ്റുന്നില്ല. എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കഴിഞ്ഞു. ലൈക്ക് എല്ലാവരും അതിൻ്റെ അകത്തിരുന്ന് എല്ലാവരും ഒരേപോലെ, അല്ലെങ്കിൽ ഒരാളെക്കാൾ കൂടുതൽ ഒരാൾ എൻജോയ് ചെയ്തു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അഡ്രിനാലിൻ റഷ് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ് അൺബിലീവബിൾ. ലിറ്ററലി ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര എല്ലാവരും ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര പ്യുവർലി ലക്കും എന്തൊക്കെയോ മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. ലൈക്ക് ഇനി നമ്മളെല്ലാവരോടുള്ള ട്രിപ്പ് ഇനി ഇതില്ല, ലൈക്ക് നമ്മളത് കഴിഞ്ഞു, ഇനി ജസ്റ്റ് കുറച്ച് ഡേയ്സും കൂടി ഉള്ളൂ എന്നൊക്കെയുള്ള ഇങ്ങനെ ഹാർഡ് റിയാലിറ്റി എന്നെ ഹിറ്റ് ചെയ്യാറ് തിരിച്ചു വരുമ്പം. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ലൈക്ക് എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നടന്നു എന്നുള്ളത് ഭയങ്കര ഹാപ്പി. ലൈക്ക് ഡേഞ്ചറസ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് കയറിക്കഴിഞ്ഞപ്പോൾ അത്രയും പേടി എനിക്ക് തോന്നിയില്ല. പക്ഷേ വെള്ളമൊക്കെ വരുമ്പോൾ ആ ഒരു സാധനമില്ലേ, ലൈക്ക് ലിറ്ററലി ഗൈസ്, നിങ്ങൾക്ക് എപ്പോഴേലും ഭാവിയിൽ എപ്പോഴേലും ആർക്കെങ്കിലും റാഫ്റ്റിംഗ് ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ, കാരണം ഞങ്ങളുടെ കൂടെ വെള്ളം പേടിയുള്ളവരുണ്ട്, എനിക്കും പേടിയാണ്, പക്ഷേ അവർ അത്രയും വിസിബിൾ പേടിയില്ല. അപ്പോൾ എനിക്ക് പട്ടീനൊക്കെ പേടിയുള്ള പോലെ വെള്ളം പേടി അത്രയും ഇല്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴേലും ഭാവിയിൽ എപ്പോഴേലും റാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു ഇറ്റ്. കാരണം ട്രസ്റ്റ് മീ ഗൈസ്, യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്. കാരണം അർക്കീസ് ലാസ്റ്റ് പറഞ്ഞത് ഇതുപോലെയായിരുന്നു. ഇനി എനിക്ക് അർക്കീസിൽ പോകാൻ ഒന്നുകൂടെ പറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ഡെഫിനറ്റ്ലി കം. ദ മെയിൻ റീസൺ വാസ് ദിസ് റാഫ്റ്റിംഗ് ആൻഡ് ഫൈനലി അത് നടന്നു. ഇറ്റ്സ് വർത്ത് എവറി പെന്നി. ഐ എം സോ ഹാപ്പി. സോ ഈ വ്ളോഗും ഞാൻ ഒരുപാട് സ്നേഹത്തോടും ഒരുപാട് ഇമോഷൻസോടും കൂടി ആയിരിക്കും എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ. ലൈക്ക് ദിസ് വ്ളോഗ് ഹാസ് മൈ ഹോൾ ഹാർട്ട്. I think you would have enjoyed this video. If you guys enjoyed this video too, leave something that came into your mind while watching this vlog. Leave a comment. And എപ്പോഴേലും ട്രിപ്പ് പോകാൻ ചാൻസ് കിട്ടിയാലോ, റാഫ്റ്റിങ്ങോ എനി അഡ്വഞ്ചറസ് കാര്യം ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ യു ഷുഡ് ഗോ വിത്ത് ദി റൈറ്റ് പീപ്പിൾ.